എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പി സി ജോർജ് വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സാക്ഷാൽ യോഗി ആദിത്യനാഥും അസം മുഖ്യമന്ത്രിയായ ഹിമന്ത വിശ്വ ശർമ്മയും പി സി ജോർജിനെ കാണാൻ ഈരാറ്റുപേട്ടയിലോട്ട് വരുന്നു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ രണ്ട് മുഖ്യമന്ത്രിമാരും, ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ മുഖ്യമന്ത്രിമാരായ രണ്ടാളും പി സി ജോർജിനെ കാണാൻ കേരളത്തിലോട്ട് വരുന്നത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അപ്പോൾ ഏകദേശം കുറച്ച് വർഷം മുന്നേ അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. BJP അതിൻ്റെ വളർച്ച പൂർണ്ണതയിലെത്തുന്നത് കേരളം, തമിഴ്നാട്, ബംഗാൾ, ഒഡീഷ ഈ 4 സംസ്ഥാനത്തെ ഭരണത്തിൽ വരുമ്പോൾ മാത്രമാണ് BJP അതിൻ്റെ പരിപൂർണതയിൽ എത്തിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒഡീഷയിൽ ഓൾറെഡി BJP സർക്കാർ ഭരണത്തിൽ വന്നു. അതായത് 2026 നടന്ന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കൂടെ അവിടെ അസംബ്ലി ഇലക്ഷൻ നടന്നു. BJP വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വന്നു ഒഡീഷയിലും. ഇനിയിപ്പോൾ 2026 ഏകദേശം ഒരു വർഷം മാത്രമാണ്. ബംഗാൾ, തമിഴ്നാട്, കേരളം ഈ 3 സംസ്ഥാനത്ത് 2026 ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ BJP 3 സംസ്ഥാനത്തും അധികാരത്തിൽ വരണം എന്ന രീതിയിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനിടെയാണ് കേരളത്തിൽ അപ്രതീക്ഷിതമായിട്ട് പി സി ജോർജ് എന്ന വിഷയം BJPക്ക് വീണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ്റെ സർക്കാർ പി സി ജോർജിനെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു മാസം മുന്നേ നടന്ന ജനൻ TV നടന്നൊരു ചാനൽ ചർച്ചയുടെ പേരിൽ അന്ന് ഹമാസിനെ പിന്തുണക്കുന്ന മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടി ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പി സി ജോർജ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. എടോ ഞാൻ ചോദിക്കട്ടെ, ഈ പി സി ജോർജ് വിഷയം, അതായത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത വിഷയം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്തു. ഇസ്രായേൽ, UAE, സൗദി എന്നീ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്തു. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ 3 രാജ്യങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനയ്ക്കെതിരെ പറഞ്ഞൊരു നേതാവിനെ, ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ചർച്ച ചെയ്യില്ലേ? അപ്പോൾ ഈ വാർത്തയുണ്ടല്ലോ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ല കേട്ടോ. അപ്പോൾ കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ, അങ്ങനത്തെ ഓൺലൈൻ മീഡിയാസൊക്കെ ഈ വാർത്ത ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിനിടയിലേക്ക് സുഡാപ്പികളൊക്കെ വന്നിട്ട് വെറുതെ തള്ളല്ല മാഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റുകളൊക്കെ കണ്ടു. എടോ തള്ളല്ല, ഞാൻ പറയട്ടെ, ഈ 3 രാജ്യങ്ങളും ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇന്ത്യ അവരുടെ സുഹൃത്ത് രാജ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളും എന്താ പറയുക, തീവ്രവാദ സംഘടനയായിട്ട് കാണുന്ന ഒരു ഔട്ട്ഫിറ്റിനെ, അതായത് തങ്ങളുടെ സുഹൃത്ത് രാജ്യം എന്താ പറയുക അതിനെതിരെ പ്രവർത്തിച്ച ഒരാളെ, അതായത് അതിനെതിരെ പറഞ്ഞ ഒരാളെ പിടിച്ച് ജയിലിടുന്നു. അപ്പോൾ അവിടെ ചർച്ചയാവില്ലേ? അത് തന്നെയാണ് എന്താ പറയേണ്ടത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കിയത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇത് BJPക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ് പി സി ജോർജ് വിഷയം. എന്തായാലും ഇവിടെ കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഇതൊരു വലിയ ചർച്ചയാക്കാൻ തന്നെയാണ് BJP തീരുമാനം. അപ്പോൾ പി സി ജോർജ് ഈ തീവ്രവാദികൾക്കെതിരെ എടുത്ത ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതായത് അത് കേരളത്തിൽ എന്താ പറയുക അടുത്ത ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാൻ, അത് ഇവിടെ എന്താ പറയുക വലിയൊരു വിഷയമാക്കി മാറ്റാൻ ഏറ്റവും അനുയോജ്യമായ 2 ആൾക്കാരാണ് ഹിമന്ത വിശ്വ ശർമ്മയും സാക്ഷാൽ യോഗി ആദിത്യനാഥും. ഈ 2 പേരുണ്ടല്ലോ ഭാവിയിലെ BJPയുടെ പ്രധാനമന്ത്രിമാർ ആര്, അതായത് മോദിക്ക് ശേഷം ആര് പ്രധാനമന്ത്രിയാകും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ലിസ്റ്റിലേക്ക്, അതായത് മോദിയുടെ പിൻഗാമിയായിട്ട് കാണുന്ന 2 ആൾക്കാരാണ് ഹിമന്ത വിശ്വ ശർമ്മയും യോഗി ആദിത്യനാഥും. അപ്പോൾ അങ്ങനെയുള്ള 2 ആൾക്കാരാണ് കേരളത്തിലോട്ട് വരുന്നത് പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, പി സി ജോർജിനെ എന്താ വേണ്ടി, പി സി ജോർജിനെ പിന്തുണ അറിയിക്കാൻ വേണ്ടി കേരളത്തിലോട്ട് വരുന്നത്. ഈ വിഷയം കത്തിക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലൊരു പ്രത്യേക ഒരു അവസ്ഥയാണ്. ഇരു മുന്നണികളും ഈ പി സി ജോർജിനെ തന്നെ ജയിലിൽ പിടിച്ചിരിക്കാൻ കാരണം എന്താണ്? അതായത് മുസ്ലിം ലീഗ്, പ്രതിപക്ഷത്തുള്ള പാർട്ടിയായ മുസ്ലിം ലീഗ് കേസ് കൊടുക്കുന്നു, ഭരണപക്ഷിയായ പിണറായി വിജയൻ്റെ പാർട്ടി പിടിച്ച് ജയിലിടുന്നു. അതായത് ഇവരുടെ അതായത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഇവരുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. ആ ഒരു ലക്ഷ്യം മാത്രമാണ്. ഈ 2 മുന്നണികൾക്കും മുസ്ലിം വോട്ട് നേടുക. 2026 ഏകദേശം ഒരു നിർണായക വോട്ടാണ്, അതായത് ഇവന്മാരുടെ വോട്ട് നിർണായകമാകും. അപ്പോൾ ഈ വോട്ട് എങ്ങനെയെങ്കിലും പെട്ടിയിലാക്കുക എന്നുള്ള, അതായത് ആരാണ് മുസ്ലിങ്ങളുടെ ചാമ്പ്യൻ എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ പെടാപ്പാട് വിടുന്നത്. അതായത് മുസ്ലിം ലീഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന മുസ്ലിം ലീഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിരിക്കുന്ന എന്താണ് പിണറായി വിജയന് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടിരിക്കുകയാണ്, പിണറായി വിജയൻ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി സി ജോർജിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം എന്താ പറയണ്ടേ, ഇതിനുള്ള ഇടയിലാണ് BJP ഈ വിഷയം മുതലെടുക്കാൻ തീരുമാനിച്ചത്. ഈ 2 പാർട്ടികൾ, അതായത് മുസ്ലിം പ്രീണനം, അതായത് ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം പ്രീണനം തുറന്ന് കാണിക്കാൻ വേണ്ടി ഇവരെ എക്സ്പോസ് ചെയ്യാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. അതായത് നമുക്കറിയാം, അതായത് അവസാനം എന്താ പറയണ്ടേ ഉത്തർപ്രദേശിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുമ്പോൾ അന്ന്
അന്ന് അവിടുത്തെ ജനങ്ങളോട് യോഗി ആദിത്യനാഥ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഉത്തർപ്രദേശ് കേരളമാകുമെന്ന്. അത് വലിയ ചർച്ചയായിരുന്നു, ഇന്ത്യയിലൊട്ടാകെ വലിയ ചർച്ചയായിരുന്നു. കേരളത്തിലേക്ക് വലിയ ട്രോളുകളായിരുന്നു. അതായത് കേരളം വലിയ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ്, ഉത്തർപ്രദേശ് ഏറ്റവും പുറകിലുള്ള സംസ്ഥാനമാണെന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, 2017 യോഗി വന്നതിന് ശേഷമാണ് ഉത്തർപ്രദേശിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നത്. അത്ര ഒരു ജംഗിൾ രാജായിരുന്നു. ഗുണ്ടകളൊക്കെ എൻകൗണ്ടറിൽ തീർത്തു യോഗി. എത്രയോ ഗുണ്ടകൾ, ഏകദേശം 13 ഗുണ്ടകളെ യോഗി എൻകൗണ്ടറിൽ തീർത്തു. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യൻ്റായ പോലീസാണ് അവിടെ ഉള്ളത്. അവിടെ നട്ടപ്പാതിരൊക്കെ, പട്ടാപ്പകൽ ഏത് നട്ടപ്പാതിരൊക്കെ വേണമെങ്കിലും അവിടെ സ്ത്രീകൾക്കൊക്കെ ഇറങ്ങി നടക്കാം. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നില്ല. സ്ത്രീകൾക്കൊന്നും വൈകുന്നേരം 5 മണി കഴിഞ്ഞ് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. യോഗി വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും പേടിയുണ്ട്. അതായത് എന്താ പറയുക, താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ആരെങ്കിലും എന്തെങ്കിലും സ്ത്രീകൾക്കോ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരെ എൻകൗണ്ടറിൽ തീർക്കും യോഗി. അതന്നെ യോഗി പലപ്പോഴും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്തിഖ് അഹമ്മദിനും, അതായത് അവിടുത്തെ ഡോണായ ആത്തിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും മീഡിയയുടെ മുന്നിൽ വെച്ചാണ് യോഗി ആദിത്യനാഥിൻ്റെ പിള്ളേർ തീർത്തത്. അതായത് 2 ദിവസം മുന്നേ പറഞ്ഞിരുന്നു, അത് നിന്നെ തീർത്തിരിക്കും, നിങ്ങളെ 2 പേരെയും തീർത്തിരിക്കും, എൻകൗണ്ടറിൽ തീർക്കുമെന്ന് വാണിംഗ് നൽകിയിരുന്നു. അപ്പോൾ എന്താ പറയുക, ലൈവ് കവറേജ്, മാധ്യമങ്ങളുടെ ലൈവ് കവറേജ് പോകുമ്പോഴാണ് ഈ 2 ഗുണ്ടകളുടെയും മീഡിയയുടെ മുന്നിൽ വെച്ച് തീർത്തത്. അത്രയും കാലിബറുള്ള കപ്പാസിറ്റിയുള്ള ലീഡറാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഇത്തരത്തിലെ ആക്ഷൻസ് മൊത്തം ഇന്ത്യയിൽ പാൻ ഇന്ത്യ ലെവലിൽ ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്. അതായത് ഈ എന്താ പറയുക, ഈ തീവ്രവാദികൾക്കെതിരെ, അതായത് ഇന്ത്യയിലെ വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നടപടി കാരണം ഈ എന്താ പറയുക, ഇന്ത്യ മൊത്തം പ്രശസ്തനാണ് യോഗി ആദിത്യനാഥും ഹിമന്ത വിശ്വ ശർമ്മയും. അപ്പോൾ അങ്ങനെയുള്ള 2 പേരാണ് PC ജോർജിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈരാറ്റുപേട്ടയിലോട്ട് വരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. BJP ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ ഇതൊരു വലിയ വിഷയമാക്കുക. അതായത് ഈ ഇരു മുന്നണികൾ നടത്തുന്ന ഇസ്ലാമിക പ്രീണനത്തെ തുറന്നു കാണിക്കുക, ഈ 2 മുന്നണിയെ എക്സ്പോസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 2, അതായത് ഭാവിയിലെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാരായിട്ട് കണക്കാക്കപ്പെടുന്ന യോഗി ആദിത്യനാഥും ഹിമന്ത വിശ്വ ശർമ്മയും കേരളത്തിലോട്ട്, അതായത് ഈരാറ്റുപേട്ടയിലോട്ട് PC ജോർജിനെ കാണാൻ വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ 2026 നടക്കുന്ന, ഏകദേശം ഇനി ഒരു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. 2026 നടക്കുന്ന ഇലക്ഷനിലെ സ്റ്റാർ ക്യാമ്പയിനേഴ്സായിട്ട് യോഗി ആദിത്യനാഥും ഹിമന്ത വിശ്വ ശർമ്മയും വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമുക്കറിയാം ഈ മഹാരാഷ്ട്രയിൽ തന്നെ എന്താ സംഭവിച്ചത്. മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ്റെ ചുമതല, അതായത് പ്രചാരണത്തിൻ്റെ ചുമതല മൊത്തം യോഗിക്കായിരുന്നു. അവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു യോഗി. അതായത് ഇലക്ഷന് മുന്നേ തന്നെ ഈ സർവേ ഉണ്ടല്ലോ, സർവേയിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPക്കും കോൺഗ്രസിനൊക്കെ ഈക്വൽ, അതായത് BJP നയിക്കുന്ന NDAക്കും എന്താ പറയുക, BJP നയിക്കുന്ന NDAക്കും കോൺഗ്രസ് നയിക്കുന്ന ഓപ്പോസിഷനും ഒരേ തുല്യ പ്രാധാന്യമാണ്. അതായത് തുല്യ ഒരു ഇതാണ് എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ യോഗി വന്നിട്ട് മൊത്തം ചിത്രം അങ്ങ് മാറ്റി, ബട്ടെങ്കെത്തോ കട്ടെങ്കി ഏക്രഹേത്തോ സേഫ്രംഗത്തെ ഒരു മുദ്രാവാക്യം യോഗി അങ്ങ് അഴിച്ചുവിട്ടു. അതിനുശേഷമാണ് അവിടുത്തെ പിക്ചർ അങ്ങ് മാറുന്നത്. അതായത് മൊത്തം ഹിന്ദു വോട്ട് കൺസോളിഡേറ്റ് ചെയ്തു. BJP എന്താ ഉണ്ടായത്, BJP ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ അധികാരത്തിൽ വന്നു. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും നടക്കാൻ പോകുന്നത്. അതായത് കേരളത്തിൽ മൊത്തം ഈ വഖഫ് വിഷയമൊക്കെ ഉണ്ടല്ലോ, കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ഇവിടെ പൊതുവേ നല്ലൊരു ഡിവിഷൻ ഉണ്ടായിട്ടും കഴിഞ്ഞ ദിവസം ശശി തരൂരിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ കേരളത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ഭയങ്കര ഈ 2 വിഭാഗങ്ങൾക്കിടയിൽ ഭയങ്കര ഡിവിഷനുണ്ട്, അത് കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തും, അതായത് കോൺഗ്രസ് നന്നായിട്ട് പണിയെടുത്തില്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നൊക്കെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടാണ്. അതൊരു ഫാക്റ്റാണ്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് യോഗിയും ഹിമന്തയും കേരളത്തിലോട്ട് വരുന്നത്. അവർക്കറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു എക്കോസിസ്റ്റം, ആ ഒരു ആർക്കിടെക്ചർ, ഇതൊക്കെ ശരിക്കും നന്നായിട്ട് അറിയാം യോഗിക്കും ഹിമന്തയ്ക്കും. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെയാണ് BJP തീരുമാനം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് ഏകദേശം 20% വോട്ടുണ്ട് കേരളത്തിൽ. അതായത് അതൊരു 7-8% ഉയർത്തും. അതായത് 25-26 ഉയർത്തി കഴിഞ്ഞാൽ BJPക്ക് ഒരു 10-32 സീറ്റ് കിട്ടും, 10-32 MLA കിട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ആര് ഭരിക്കണം, അതായത് 32 MLA കിട്ടിക്കഴിഞ്ഞാൽ BJP തന്നെ ഭരിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വെച്ചാൽ കേന്ദ്രഭരണം BJPക്കുണ്ട്. ഇത്രയും MLA ഉണ്ടെങ്കിൽ എങ്ങനെ ഭരണം, ഒരു സംസ്ഥാനം ഭരിക്കണമെന്ന് BJPക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് മോദിക്കും യോഗിക്കൊക്കെ. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥ വരുവാണെങ്കിൽ BJP കേരളം ഭരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, ജിഹാദി എക്കോസിസ്റ്റത്തിൻ്റെ ആ മുഖത്ത് കിട്ടുന്ന ഒരു അടി തന്നെയായിരിക്കും. അപ്പോൾ എന്തിനാണ് നമുക്ക് കാത്തിരിക്കാം. അതായത് ഇപ്പോൾ ഏകദേശം കഷ്ടിച്ച് 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 1 വർഷത്തോളം നമുക്ക് കാത്തിരിക്കാം. എന്താ പറയണ്ടേ, ഈ PC ജോർജ് വിഷയം, അതായത് ഇതായിരിക്കും എന്താ പറയണ്ടേ കേരളത്തിലെ എന്താ പറയണ്ടേ 2026 മെയിൻ അജണ്ടയായിട്ട് BJP സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് PC ജോർജ് എന്നല്ല, അതായത് 2 മുന്നണിയാണ് അമിതമായ ഇസ്ലാമിക പീഡനം എക്സ്പോസ് ചെയ്യാൻ തന്നെയാണ് BJP തീരുമാനിക്കുന്നത്. അതിന് ഏറ്റവും പറ്റിയ 2 ആൾക്കാരാണ് ഹിമന്തയും യോഗിയും. അപ്പോൾ യോഗിയും ഹിമന്തയും PC ജോർജിനെ കാണാൻ വരുന്നതോടുകൂടി കേരളത്തിലെ എന്താ പറയുക വൻ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങിയാണ്. എന്തായാലും നമുക്കതിന് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.